കുരിശുമരണത്തെ കീഴടക്കി യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന്റെ ഓർമ്മ പുതുക്കി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഈസ്റ്റർ ആഘോഷിച്ചു. ഇതിന്റെ ഭാഗമായി ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷകളും നടന്നു. This news sponsored by ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ്, MG റോഡ്, കാസർഗോഡ്. അൻപത് ദിവസത്തെ നോമ്പാചരണത്തിനൊടുവിലാണ് ക്രൈസ്തവർ പ്രത്യാശയുടെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും തിരുനാളായ ഈസ്റ്റർ ആഘോഷിച്ചത്. ജെറുസലേമിലേക്കുള്ള ക്രിസ്തുവിൻ്റെ രാജകീയ പ്രവേശനം ഓർമ്മിക്കുന്ന ഓശാന ഞായറും പെസഹയും ദുഃഖവെള്ളിയും ആചരിച്ച് ഭക്തി നിർഭരമായാണ് വിശ്വാസികൾ ഈസ്റ്ററിനെ വരവേറ്റത്. മരണം ജീവിതത്തിൻ്റെ അവസാനമല്ലെന്നും നിത്യജീവിതത്തിലേക്കുള്ള കവാടമാണെന്നും ഓരോ ഈസ്റ്ററും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ശനിയാഴ്ച വൈകുന്നേരം മുതൽ തന്നെ പല ദേവാലയങ്ങളിലും ഈസ്റ്റർ കുർബാനകളും ആഘോഷങ്ങളും ആരംഭിച്ചിരുന്നു. പുതുജീവിതത്തിൻ്റെയും പ്രത്യാശയുടെയും പ്രതീകമായ മുട്ടയും ദേവാലയങ്ങളിൽ വിതരണം ചെയ്തു. ഭവനങ്ങളിൽ രുചികരമായ ഭക്ഷണങ്ങൾ ഒരുക്കിയും ആളുകൾ ഒത്തുചേർന്നു. കാസർഗോഡ് ജില്ലയിലെ പ്രധാന ദേവാലയങ്ങളിൽ നടന്ന ആഘോഷത്തിൽ വിശ്വാസികളുടെ വലിയ തോതിലുള്ള പങ്കാളിത്തമുണ്ടായി. കുമ്പളക്കയ്യാർ ക്രിസ്തുരാജ ദേവാലയത്തിൽ നടന്ന പ്രാർത്ഥനകൾക്കും ശുശ്രൂഷകൾക്കും മംഗളൂരു സെയിൻറ് അലോഷ്യസ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഫാദർ റോയ്സ്റ്റാൻ മാഡ്ദ നേതൃത്വം നൽകി. हे बलिदान आमकां ससनाच्या जिविताच्या वखद जावंक निर्मी हे आमी मागता क्रिस्त आमच्या सोम्या वरवीं. सर्वेस्पर तुमचे सोवे आसो. आमची काळजां उबारुया. ക്രിസ്തുരാജ പള്ളി വികാരി ഫാദർ വിശാൽ മോനിസും സംബന്ധിച്ചു. പ്രതീക്ഷയുടെയും ആനന്ദത്തിൻ്റെയും ആശംസകൾ നേർന്നുകൊണ്ടാണ് ക്രൈസ്തവർ ഈസ്റ്റർ ആഘോഷങ്ങളിലേക്ക് കടന്നത്. ന്യൂസ് ബ്യൂറോ, ഉപ്പള.